ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കുടങ്ങൽ ഇല ഉണ്ടല്ലോ, ഡയമണ്ട് കുടങ്ങൽ എന്ന് പറഞ്ഞാൽ വലിയ കുടങ്ങലിൻ്റെ ഇലയും മുട്ടയും കൂടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരനാണിത്. ഇത് കുടങ്ങലിൻ്റെ ഇല. മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കുടങ്ങലില മുട്ട തോരൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് കുടങ്ങലിൻ്റെ ഇല വേണം. നമ്മൾ ചട്ടിയിൽ വളർത്തിയിട്ട് നമ്മൾ പറിച്ചെടുത്തതാണിത്. പിന്നെ കുറച്ച് തേങ്ങ, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, വെള്ളുള്ളി, കുരുമുളക്, 2-3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില, അത് വറ്റൽമുളക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ തേങ്ങ, പച്ചമുളക് എല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, പിന്നെ വെള്ളുള്ളി, ജീരകം, വറ്റൽമുളക്, പച്ചമുളക്, പിന്നെ കുരുമുളക് എല്ലാം കൂടെ മിക്സിയിലേക്ക് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് മൂടി വെച്ച് നമുക്ക് നല്ലവണ്ണം അരിച്ചെടുക്കാം. നല്ല നൈസാവുമെന്ന് വേണ്ട, കുറച്ചൊരു തരിയായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണേലും എടുക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്ത് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് ചേർക്കാം ആദ്യം, പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. സവാള അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതാണിത് ഇത്രയും ചേർത്തിരിക്കുന്നത്. ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബും ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. ഇനി നമ്മൾക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചീര ചേർക്കാം. ഈ കുടങ്ങളുടെ എല്ലാം നമ്മൾക്ക് ചട്ടികളിലൊക്കെ അലങ്കാര ചെടി മാതിരിയൊക്കെ വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് പല സ്ഥലത്തും പല പേരാണ്. കുടങ്ങൽ, മുത്തിൾ, പിന്നെ വേറെ എന്ത് പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് വളരെ നല്ലൊരു ആരോഗ്യത്തിന് നല്ലൊരു ഔഷധ ചെടിയാണിത്. പ്രത്യേകിച്ച് BP, ഷുഗർ എല്ലാം കുറയാൻ, പിന്നെ നമ്മുടെ ശരീരത്തിലെ ക്ഷീണം അകറ്റാൻ ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. BPയും കുറയും, ക്ഷീണവും പോകും. ഈ ചീരയ്ക്ക് സാധാരണ ചീരനെക്കാട്ടിലും കുറച്ച് വേവ് കൂടുതലാണ്. അത് കുറച്ചൊരു വെള്ളം കുറഞ്ഞ് നമുക്ക് മൂടി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു തോരനാണിത്. ഇനി നമ്മൾ മിക്സിയിൽ കറക്കി വെച്ചിരിക്കുന്ന തേങ്ങ, വെള്ളുള്ളി, ജീരകം, കുരുമുളക്, വറ്റൽമുളക് എല്ലാം കൂടെ കറക്കിയെടുത്തതാണ്. തരിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചീരയെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ 3 മുട്ടയായിരുന്നു എടുത്ത് വെച്ചത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആരോഗ്യത്തിന് വളരെ നല്ലൊരു തോരനാണിത്. കുടങ്ങലിൻ്റെ ഇലേൻ്റെ കൂടെ മുട്ടയും കൂടി ചേരുമ്പോൾ കൂടുതൽ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതാ നമ്മളുടെ ചീരയും മുട്ടയും എല്ലാം കൂടെ നല്ലോണം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ചട്ടിയിലൊക്കെ വളർത്താം ഈ ചെടി. വള്ളിച്ചെടി മാതിരിയാണത്. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളുടെ അത് നല്ല ടേസ്റ്റി ആരോഗ്യപ്രദവുമായിട്ടുള്ള അടിപൊളി കുടങ്ങളില മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു തോരനാണിത്. ലഞ്ച് ബോക്സിലും എല്ലാം ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.